നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില കുറയുകയും ഈ ദിവസങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും. അബുദാബിയിൽ ബുധനാഴ്ച രാത്രിയും മറ്റ് എമിറേറ്റുകളിൽ വ്യാഴാഴ്ച രാവിലെയും മഴ പ്രതീക്ഷിക്കാം. ചില സമയങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റും ഉണ്ടായേക്കാം എന്നാണ് അറിയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെ കാലാവസ്ഥ പൂർവ്വസ്ഥിതിയിലായേക്കുമെന്നും അധികൃതർ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ ദുബായ്, ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലും തീരപ്രദേശങ്ങളിലും മഴ പെയ്യും. അതിനുശേഷം റാസൽ ഖൈമയിലേക്ക് മേഘങ്ങൾ നീങ്ങുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ബുധനാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും തീരങ്ങളിലേക്കും ദ്വീപുകളിലേക്കും നീങ്ങുകയും ചെയ്യും. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഉച്ചയോടെ താപനില കുറയുകയും മേഘവൃതമായ അന്തരീക്ഷം ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്യും. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും മിന്നൽ പ്രളയങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണണമെന്ന് യുഎഇ നിവാസികൾ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അന്തരീക്ഷ കാഴ്ച പരിധി കുറയ്ക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും നിശ്ചിത അകലം പാലിക്കുകയും വേണം. ഈ പർവ്വത പ്രദേശങ്ങളിലേക്കും ജലപ്രവാഹത്തിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. കിഴക്ക് നിന്ന് രാജ്യത്തിന് മുകളിലേക്കുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വ്യാപനമാണ് വിവിധ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത് എന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചില സമയങ്ങളിൽ ശക്തമായ കാറ്റോട്ടം കൂടിയ മഴയും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് അധികൃതർ പറയുന്നത്. ശക്തമായ കാറ്റ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പൊടിപടലങ്ങൾ ഉയർത്തുന്നതിനും തിരശ്ചീന ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിൽ അറേബ്യൻ ഗൾഫിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും ഒമാൻ കടലിനെയും ഇത് ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കടലിൽ പോകുന്നവരും ബീച്ചിൽ സന്ദർശിക്കുന്നവരും ജാഗ്രത പാലിക്കണം. അതേസമയം സൗദിയിൽ വരും ദിവസങ്ങളിൽ തണുപ്പിന് കൂടും. അടുത്ത 4 ദിവസങ്ങളിൽ തണുത്ത കാറ്റ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മക്കയിലും ജിദ്ദയിലും സാമാന്യം മഴ ലഭിച്ചു. പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈ മഴയോടനുബന്ധിച്ച് രാജ്യം കൂടുതൽ തണുപ്പിലേക്ക് പ്രവേശിക്കും. വരുന്ന 4 ദിവസം തണുത്ത കാറ്റ് രാജ്യത്തൊട്ടാകെ വീശുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലാണ് കൂടുതൽ തണുപ്പ് പ്രതീക്ഷിക്കുന്നത്. അസീർ, ജീസാൻ, അബഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മിക്കയിടങ്ങളിലും തീർത്ഥാടകർക്ക് മഴ മുന്നറിയിപ്പ് പ്രത്യേക നിർദ്ദേശവും കഴിഞ്ഞ ദിവസം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്.